കളിയാക്കലിൻ്റെയും നാണക്കേടിൻ്റെയും മൂർധന്യത്തിൽ പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്താതെ ദൈവാശ്രയത്തിൽ മുന്നോട്ട് സഞ്ചരിച്ചതുകൊണ്ട് പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞ മനുഷ്യരെ രക്ഷിക്കാനും തന്നെ തന്നെ എളിമപ്പെടുത്തി മനുഷ്യരോടൊത്ത് വസിക്കുവാനും അവർക്ക് ഭക്ഷണമായി തീരുവാനും ആഗ്രഹിച്ച ദൈവത്തിന് പിറവിയെടുക്കുവാനുള്ള ആലയമായി അവളെ അവർക്ക് നൽകി. രക്ഷകൻ എൻ്റെ ഉള്ളിൽ പിറക്കണമെന്ന യഹൂദ പെൺകുട്ടികളുടെ പ്രാർത്ഥനകൾക്കു മുകളിൽ എളിമയുടെയും പരസ്നേഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പരിമളം വീശി അവൾ ഉയർന്നു നിന്നു. അവളുടെ പ്രവൃത്തികളും പരിശ്രമങ്ങളും രക്ഷകനെ ഉദരത്തിൽ സ്വീകരിക്കുവാനുള്ള ഒരുക്കത്തിൻ്റെ ഫലങ്ങളായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ആദ്യം കണ്ട പെൺകുട്ടിയോട് മാലാഖ പറഞ്ഞതല്ല സദ്വാർത്ത. പിന്നെയോ രക്ഷകനെ സ്വീകരിക്കുവാനായി തൻ്റെ ശരീരമാകുന്ന ആലയത്തിൻ്റെ ഒരുക്കം കണ്ടപ്പോൾ സ്വർഗത്തിലെ മാലാഖ അവളുടെ മുൻപിൽ മുട്ടുമടക്കി പറഞ്ഞതാണ് സദ്വാർത്ത. വിപരീതങ്ങളുടെ മൂർധന്യഭാവം അവളുടെ മുമ്പിൽ വിളമ്പിയപ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണ സമർപ്പണം നടത്തിയത് അവളുടെ ഒരുക്കത്തിൻ്റെ ഫലമാണ്. ഈ ഒരുക്കക്കുറവുള്ളത് കൊണ്ടാണ് ദൈവിക പദ്ധതി നമ്മളിൽ സംഭവിക്കാതെ പോകുന്നത്. ഒരുക്കത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാ കർത്താവിൻ്റെ ദാസൻ ദാസി എന്ന് പറയാൻ നമുക്ക് അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം.